അതായത് അവിഹിതം, അപരാധം, വ്യഭിചാരം, ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ. അങ്ങനെയുള്ള തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം. അവര് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ പല പെൺകുട്ടികളും ഉണ്ട്. അതിന് താഴെ ഒരു റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അപ്പൊ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് വരെ വീഡിയോ കാണാത്തവരോടായിട്ട് പറയുന്നതേ ഉള്ളൂ. കുറെ നാളായിട്ട് നമ്മുടെ ചാനലിലും വന്ന് മോശം കമന്റ് ഇടുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള 1-2 വാക്കുകളുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചർ, അതിനകത്ത് വന്ന് വീഡിയോ ചെയ്യുന്ന ലേഡിയുടെ പേരാണ് ദീപ്തി. അവർ ടീച്ചറൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി അവരെ അറിയത്തൊന്നുമില്ല, അതുകൊണ്ടാണ് പറയപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവരെയും ഈ ഒരു ചാനലും അറിയാത്ത ആളുകൾക്കും ഈ ഒരു വീഡിയോ കാണാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ കഴിഞ്ഞ ഒരു 2 വീഡിയോയിൽ ഇവരൊരു ലേഡിയെ പറ്റി പരാമർശിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇവരുടെ കമന്റ് ബോക്സിൽ, വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് വളരെ മോശം കമന്റ് ഇടുന്ന ഒരു ലേഡിയെ പറ്റി പരാമർശിക്കുന്നത് കണ്ടു. ഇവരുടെ വീഡിയോയിൽ മാത്രം, ഇവരുടെ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ മാത്രമല്ല, ഇവരെ പറ്റി വേറെ ആരെങ്കിലും ഈ നമ്മളെ പോലുള്ള റിയാക്ഷൻ ചാനൽസ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്താൽ അതിന്റെ അടിയിലും വന്ന് ഈ ചേച്ചി കമന്റ് ഇടാറുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഫാമിലി വ്ളോഗേഴ്സിന്റെയും കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ലേഡി, വളരെ മോശം കമന്റുകൾ ഇട്ടുകൊണ്ട് മാത്രമാണ് ഈ ലേഡി പലയിടത്തും പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പം ആദ്യമേ തന്നെ ആ ലേഡിയോടാണ്, ചേച്ചിക്ക് വല്ല ചൊറിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഈ എല്ലാവരുടെയും കമന്റ് ബോക്സിൽ ചെന്ന് ഈ ചൊറിയാനും മാത്രം എന്തിരിക്കുന്നു? നിങ്ങൾക്കും ഒരു മെയിലടിയും പരിപാടിയൊക്കെ ഉള്ളതാണല്ലോ, നിങ്ങൾക്കും ഒരു ചാനൽ ഉണ്ടല്ലോ. ഇവർക്കും ഉണ്ട്, ആ ലേഡിക്കും ഉണ്ട് ഒരു ചെറിയ ചാനൽ. അതിനകത്ത് ഇവർ 2 വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് നിങ്ങളിരുന്ന് പ്രസംഗിക്കടേ പോവേ. നിങ്ങൾക്ക് അതൊന്നും കഴിയത്തില്ല. നിങ്ങളുടെ മുഖം കാണിക്കാതെ വന്നിരുന്ന് ഈ കമന്റ് ഇടുന്ന ഇവരെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാരും ഒന്ന് ഓർത്തു വെക്കുക, വൃത്തികേടുകളൊക്കെ കമന്റ് ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഒരു ദിവസം. ഇപ്പൊ ഈ ലേഡിക്ക്, ഈ കമന്റ് ഇട്ട ലേഡിക്ക് പണി കിട്ടി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ചുമ്മാ നാട്ടുകാരുടെ ഫ്രണ്ടിൽ എക്സ്പോസ്ഡ് ആവും. വളരെ വളരെ നിങ്ങളുടെ കുടുംബക്കാർക്ക് വരെ നാണക്കേടായി മാറും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കമന്റുകൾ ഇടുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളെ ആരും കാണില്ല, നിങ്ങളെ ആരും പിടിക്കില്ല എന്ന് വിചാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെയാണ്, നല്ല പണി കിട്ടും. ഫേക്ക് ഐ ഡിന്ന് ചെയ്താൽ വരെ പണി കിട്ടും. അതൊന്ന് എല്ലാരും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ദീപ്തി ടീച്ചറിന്റെ കഥയിലേക്ക് പോവാം. ദീപ്തി ടീച്ചർ ഈ പറഞ്ഞ കണക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് ഈ ഒരു ലേഡിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് അതൊന്ന് കാണാം. അത് കൂടാതെ എനിക്ക് ദീപ്തി ടീച്ചറോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങൾക്കറിയാം ഗോപ്രോ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. അതിനകത്ത് വീഡിയോ ചെയ്യുന്ന ശ്രീതേട്ടൻ ഈ ഗോപ്രോ റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാനലിൽ ശ്രീതേട്ടൻ ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല, എനിക്ക് താല്പര്യം തോന്നിയില്ല. പക്ഷെ ശ്രീജത്തേട്ടന്റെ ഈ ഒരു ഗോപ്രോ റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാനലിൽ പുള്ളി ഇട്ട വീഡിയോയുടെ അടിയിൽ മുട്ടൻ തല്ല് നടക്കും അവിടെ. ഈ ദീപ്തി ടീച്ചറും ഇവര് ആരുടെ ഒരു ലേഡിയുടെ കാര്യം പറയുന്നുണ്ട്. ആ ലേഡിയും പിന്നെ വേറെ ഏതോ ഒരു അൻസിയ ആരൊക്കെയോ വന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി എന്നല്ല, ലൈക്ക് തീട്ടം വാരി ഏറ്, അങ്ങനെ വേണം പറയാൻ. എനിക്ക് ദീപ്തി എന്ന് പറയുന്ന ആ ലേഡിയോടാണ് നിങ്ങൾ എന്തിനാണ് വന്ന് കിടന്ന്, നിങ്ങളുടെ വില കളയല്ലേ? അറ്റ്ലീസ്റ്റ് യു ആർ എ ടീച്ചർ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ആയിരുന്നു നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ, നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് പൊറുതിമുട്ടി. എനിക്ക് മനസ്സിലാവും, ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ മോശം കമന്റ് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യും. നിങ്ങൾ റിയാക്ട് ചെയ്തല്ലോ. നിങ്ങൾ ഈ ലേഡിയെ തപ്പി പിടിച്ച് അവരുടെ വീട്ടിൽ വരെ ചെന്നില്ലേ? നിങ്ങൾ കേസും കൊടുക്കുന്നുണ്ട്. പിന്നെയും വന്നിട്ട്, ഞാൻ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ആദ്യമേ ഇന്നലെ ഒന്നും വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ വീണ്ടും വന്നിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വേറൊരാള് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വീണ്ടും ഈ ലേഡി വന്ന് തെറി പറയുന്നു എന്നും പറഞ്ഞ് പിന്നെ അവിടെ ചെന്ന് നിങ്ങളും കൂടെ അതിനകത്തോട്ട് ഇറങ്ങി പോകരുതായിരുന്നു. എന്തിന്? കഴിഞ്ഞില്ലേ? കേസൊക്കെ ആയിട്ട് അത് മുന്നോട്ട് പോട്ടെ, അവർക്ക് പണി കിട്ടട്ടെ. പക്ഷെ നിങ്ങൾ വീണ്ടും വന്നത് കാണിക്കുമ്പോഴത്തേക്ക്, ഇപ്പം നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കേസും കൊടുത്തു, പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഏതോ ഒരു സാധനം വന്ന് കുരയ്ക്കുന്നു, അങ്ങനെ വിടേണ്ട കേസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് വീണ്ടും പോയി കഥ പറയാൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും ഒരു സംശയം തോന്നി. എന്തിനാണ് ഇവര് വന്ന് പിന്നെയും ഈ ഒച്ചമ്പോളം ഉണ്ടാക്കാൻ നിൽക്കുന്നത് മറ്റേ സ്ത്രീയുടെ കൂടെ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉയരും. അത് ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ദീപ്തി എന്ന് പറയുന്ന ലേഡിയുടെ നമുക്ക് വീഡിയോ, അവരെന്താണ് പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. കുറച്ച് കാര്യങ്ങൾ 2 വീഡിയോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
എന്നിട്ട് കുറച്ച് കമന്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞ ചാനലിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഞാൻ എല്ലാം ഒന്നും വായിക്കത്തില്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി നോക്കാം. കാരണം എനിക്കത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ചുമ്മാ കിടന്ന് അതിന്റെ ഇടയ്ക്ക് ഈ ലേഡി അതിനകത്ത് വന്നിട്ട് ഈ ശ്രീജിത്ത് ഗോപ്രോ റിയാക്ട് ചാനലിന്റെ ശ്രീചേട്ടനെയും ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണം വീഡിയോ, എന്നെ പറ്റി മോശം പറഞ്ഞോണ്ടല്ലോ ഞാനങ്ങ് മൂക്കെ വലിച്ചു കയറ്റും എന്നുള്ള സാധനമൊക്കെ പറയുന്ന കേട്ട് ചേച്ചിക്കുള്ള ഞാൻ തരാം, അത് പുറകെ ഉണ്ട്. ഞാൻ വളരെ മാന്യമായിട്ട് ദീപ്തി എന്ന് പറയുന്ന ആ ലേഡിയോട് എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വീണ്ടും ഇതിന്റെ പുറകെ ഇങ്ങനത്തെ ചീട്ട കേസ് പിടിക്കാൻ ഇറങ്ങാതിരിക്കുക, നിങ്ങളും നാറും. അതുകൊണ്ട് എന്തായാലും ദീപ്തി ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാം, പിന്നെ ദയവേത് പറയരുത്, നെഗറ്റീവ് കമന്റിനെ അതിന്റെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കണം. വിട്ടതാ കളഞ്ഞതാ. അതായത് അറിയാലോ, മണിയമ്മയ്ക്ക് ഇപ്പം മണിയും പിള്ളേരും ഒന്നും പറഞ്ഞ് ചാനലിന്റെ പേര് മാറ്റി നമ്മുടെ ചാനൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. അപ്പൊ കുറെ നാളായിട്ട് ഒരു കക്ഷി നമ്മുടെ വീഡിയോ എല്ലാ വീഡിയോയിലും വന്നിട്ട് കമന്റ് ഇടും. വളരെ മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. രണ്ടായി ഡിലീറ്റ് ചെയ്തു, നമ്മളെ ഹൈഡ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരിക്ക് ഇത് പറ്റൂല. അപ്പൊ നമ്മുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് പറയുന്നത് പോസിറ്റീവാണ്, പക്ഷെ ഈ സ്ത്രീ ആണെന്ന് തോന്നുന്നു. ഇവര് പോയിട്ട് അവിടെ എല്ലാം നെഗറ്റീവ് കമന്റ് ഇടും. നമുക്ക് നെഗറ്റീവ് ഇടുന്നതിലല്ല കുഴപ്പം, നമ്മളിടുന്ന വീഡിയോയെ ക്രിട്ടിസൈസ് ചെയ്യാം. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും അത് മോശമാണ് നല്ലതാണ് എന്ത് വേണേലും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മനസ്സറിയാതെ വീട്ടിലിരിക്കുന്നവരെ പറ്റി താങ്കൾക്ക് നല്ല വ്യക്തമായി അറിയാം. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എടുത്ത് റിയാക്ട് ചെയ്യാന്നും നമ്മുടെ ഒരു അഭിപ്രായം പറയാമെന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എന്റെ ദേഹത്തോട്ട് ആരും വന്ന് കയറരുത് ഈ സ്ട്രൈക്കും തേങ്ങയും കൊണ്ട്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു, അതും കൂടെ ഒന്ന് ഓർക്കുക. പിന്നെ ബാക്കി കൂടെ കേക്ക്, എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അല്ലെ നമ്മുടെ ഒരു കൂടപ്പറപ്പാണെന്നും പറഞ്ഞും കൊണ്ട് നമ്മളെ മോശം പറയുമ്പോ ഒരു പരിധിക്കപ്പുറം നമുക്ക് കണ്ടുകൊണ്ട് പറ്റത്തില്ല. മാത്രമല്ല ഞാനെല്ലാം മിണ്ടാണ്ടിരുന്നു. എന്റെ ഒരേ ഒരു നാഥുവിനെ പറഞ്ഞപ്പം പിന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോ നാത്തൂനെയും പറഞ്ഞു, പിന്നെ ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ വെച്ച് ആ ഒരു ചേച്ചി നിന്നോണ്ട് അവരാധിക്കുന്നുണ്ട് ഒരവരാധം. അതുകൊണ്ടാണ് ദീപ്തി ടീച്ചർ റിയാക്ട് ചെയ്തത്. ദീപ്തി ടീച്ചർ റിയാക്ട് ചെയ്തതിനകത്ത് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. റിയാക്ട് ചെയ്യണം, നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ റിയാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോ അടുത്തൊരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം. ദീപ്തി ടീച്ചർ ഇവരെ അന്വേഷിച്ച് ഇവരുടെ നാട്ടിൽ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യണം, അവിടെ ചെന്ന് പൊക്കണം. പക്ഷെ വീണ്ടും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ വന്നിട്ട് ഇവർക്കൊരു മറുപടിയൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ അവരെ ബൂസ്റ്റ് ചെയ്യുക. അവരാണെങ്കിൽ വായി തോന്നി എന്തൊക്കെയാണ് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. അവരുടെ കുറെ കമന്റ്സ് വായിക്കാൻ പറ്റുന്നില്ല. ഈ സ്ത്രീയെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ പേരും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല ഇവിടെ. പക്ഷെ വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഞാൻ ചിലപ്പോൾ തമ്മനയിൽ നിങ്ങളുടെ ഫോട്ടോ വെക്കും, അതുള്ള കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫോട്ടോ നമ്മളൊന്നും അല്ല എടുത്ത് പുറത്തു വിടുന്നത്, ഓൾറെഡി പുറത്ത് വന്നു, അതുകൊണ്ട് നമ്മളും വെക്കും. പിന്നെ സ്ത്രീയെ, നിങ്ങൾക്ക് മര്യാദക്ക് ടൈപ്പ് ചെയ്തുകൂടെ? ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാ. വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്തിടുന്നതെന്ന്. ദീപ്തി ടീച്ചറെ എങ്ങനെ ടീച്ചറിന് പറ്റുന്നു ഇവർക്ക് റിപ്ലൈ കൊടുക്കാൻ? വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഇവര് ടൈപ്പ് ചെയ്യുന്നത്? കിടന്ന് ഞാനൊക്കെ വേർത്തു പോയി ഇവര് എഴുതിയിരിക്കുന്ന വായിക്കാനായിട്ട്. അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അതുകൊണ്ട് തന്നെ ആ തമ്മിലും ആ ഒരു കമന്റ്സ് ഒന്നും ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഗോപ്രോ റിയാക്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. ചുമ്മാ എന്നെയും പിന്നെയും തന്നെയും പിന്നെയും അത് ദീപ്തി ടീച്ചറും അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ അൻസിയോ ഏതൊരു ലേഡിക്കും ഒക്കെ റിപ്ലൈ കൊടുക്കുന്ന കണ്ടു. നമ്മളത് മൊത്തം വായിച്ചൊന്നുമില്ല കേട്ടോ. മൊത്തം വായിക്കാൻ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷെ ചുമ്മാ എന്തിനാണ് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിന്ന് കൊടുക്കുന്നത് ആ സ്ത്രീക്ക്? അവര് വിവരക്കേടാണെന്ന് നിങ്ങൾക്കും മനസ്സിലായി, നാട്ടുകാർക്കും മനസ്സിലായി. കാരണം ഇവര് നിങ്ങളുടെ മാത്രമല്ല ഇത് ചെയ്യുന്നത്. വേറെ ഒരു ലേഡിയുടെ വേറൊരു കമന്റ്സ് ഉണ്ട് കുറെ. ഞാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ ദീപ്തി ടീച്ചർ പോകുന്നുണ്ട് ഈ ലേഡിയെ തപ്പി ഇവരുടെ നാട്ടിലേക്ക്. അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടെ നിങ്ങൾ കാണും, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഗൂഡല്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ വീഡിയോയുടെ തുടക്കത്തിൽ പറയട്ടെ, നമ്മുടെ റാണി പി സദാശിവൻ എന്ന വ്യക്തിയെ അറിയാത്തവരോട് പറയാണ്. അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണാണോ പെണ്ണാണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും അവരെഴുതുന്ന ഒരു ഭാഷാ രീതി വെച്ചിട്ട് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടു, നമ്മൾ അന്വേഷിച്ചു, പെട്ടെന്ന് തന്നെ ആളെ കിട്ടി. ആളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി, അവരുടെ മകളെ പറ്റിയും ബാക്കി കുടുംബക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി. പക്ഷെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇവരുടെ കയ്യിലിരിപ്പ് ഇതാണെന്നുള്ളത്. അപ്പോൾ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വരെ വീഡിയോ കാണാത്തവരോടായിട്ട് പറയുന്നതേ ഉള്ളൂ, കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലും വന്ന് മോശം കമന്റ് ഇടുന്നുണ്ട്.
അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള 1-2 വാക്കുകളുണ്ട്. അതായത് അവിഹിതം, അപരാധം, വ്യഭിചാരം, ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ. അങ്ങനെയുള്ള തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം. അവര് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ പല പെൺകുട്ടികളും ഉണ്ട്. ചില പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മറികടന്നിട്ടാണ്. വീട്ടുകാരുടെ സമ്മതമൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇവര് പോയിട്ട് ഈ മോശം കമന്റ് ഇടുമ്പോൾ ഇവരുടെ വീട്ടുകാർ വായിക്കുകയും അതിലൂടെ നീ ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് നിനക്ക് നാട്ടിൽ മൊത്തം ചീത്തപ്പേര്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ്. ദീപ്തി ടീച്ചറെ, ഒരു ചെറിയ ഡൗട്ടാണ്, ഐ ഹാവ് എ ഡൗട്ട്. വേറൊന്നുമല്ല, ഇവര് കാരണം ആത്മഹത്യയുടെ വക്കിൽ ആരൊക്കെയോ എത്തിയെന്ന് ടീച്ചർ പറയുന്നുണ്ട്. അതാരാണ് ടീച്ചറെ? അങ്ങനെയൊക്കെ എനിക്കറിയില്ല. ഇനി ടീച്ചർ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോ വന്നതാണോ എന്ന്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇവര് കാരണം ആത്മഹത്യയുടെ വക്കീല് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കണ്ടേ? അബദ്ധങ്ങൾ പറ്റും നമുക്ക്, ആ ഫ്ലോയിൽ ചിലപ്പോൾ വന്നു പോയതായിരിക്കാം, അല്ലാതെ ചെറിയ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആത്മഹത്യയുടെ വക്കീലൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരാണ് ഇവരാരാ ഇവര്? പിന്നെ ടീച്ചർ പറയുന്ന പോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് യൂട്യൂബൊക്കെ ഒരുപാട് പേര് സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് ഫാമിലിയോടൊക്കെ മത്സരിച്ച് സംസാരിച്ചൊക്കെ റെഡിയാക്കിയ ഒരു ചാനൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിനടിയിൽ പോയിട്ട് ഇതുപോലുള്ള അപരാധം കമന്റുകളൊക്കെ ഇടുമ്പോഴത്തേക്ക് കുടുംബക്കാരെല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല. സോ അതൊക്കെ ഈ ലേഡി ചെയ്യുന്നത് ചില ആളുകളെ തന്നെ അവരുടെ മനസ്സും എല്ലാം അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഇവർ ഇടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഈ കാണിക്കുന്ന എന്താ സദാശിവൻ ചേട്ടന്റെ മോളോ? ഈ സ്ത്രീകള് വാലായിട്ട് വെക്കുന്നത് അച്ഛൻ, ചിലപ്പോ ചിലവർ അച്ഛന്റെ പേര് വെക്കാറുണ്ട്, ചിലവർ ഭർത്താവിന്റെ പേര്. പിന്നെ ആരാണെങ്കിലും സദാശിവൻ ചേട്ടന്റെ കറക്റ്റ് അല്ലേ, സദാശിവന്റെ മോളോ ഭാര്യ ആരാണെങ്കിലും ചേച്ചി കാണിക്കുന്ന വെറും തെമ്മാടിത്തരവാ. നാട്ടുകാർ മെയ്യും, മനസ്സിലായില്ലേ? ചേച്ചിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ചേച്ചിയുടെ മോന്തായൊക്കെ കാണിച്ചോണ്ട് ചേച്ചി വീഡിയോ ആയിട്ടിരുന്ന് അവരാധിക്ക്. അപ്പൊ ചേച്ചിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കോളൂ. ഇത് മറ്റേ പേടിച്ചു തൂറി മറ്റേ ഏതോ ഇതിനകത്തൊന്നിരുന്ന് ഐഡിയക്ക് ഇരുന്ന് കയറിയിരുന്ന് കുത്തിയിരുന്ന് കമന്റ് ഇട്ടുന്ന എന്തിനാ? അല്ല, നിങ്ങൾക്ക് എവിടുന്ന എന്റെ സ്ത്രീയെ ഇതിന് മാത്രം സമയം? എല്ലാവരുടെയും പോയി ഇങ്ങനെ കമന്റ് ഇടാൻ അയ്യോ സമ്മതിക്കണം നിങ്ങളെ. കൊള്ളാം കേട്ടോ നിങ്ങൾ എന്തായാലും. എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഓടി കിടന്ന് കമന്റ് ഇടാൻ? നമുക്ക് കമന്റുകൾ വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ വരെ ചില സമയത്ത് പറ്റാറില്ല. അപ്പൊ എല്ലാവരുടെയും വീഡിയോ കുത്തിയിരുന്ന് കണ്ട്, അതോ നിങ്ങൾ കണ്ടിട്ട് തന്നെയാണോ ഈ അപരാധമൊക്കെ എഴുതി വെക്കാറുള്ളത്? അതോ ചുമ്മാ പോയി മറ്റേ ഇവരുടെ വീട്ടുകാരൊന്ന് സൂക്ഷിക്കുക കേട്ടോ. വേറെന്തെങ്കിലും നമുക്ക് അറിയത്തില്ല ഇനി വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ള ആളുകളാണോ എന്ന്. ചില ആളുകൾക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചൊറിഞ്ഞുണങ്ങൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നെഞ്ചത്തോട്ട് മറ്റേ സാധനം കൊണ്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്നതാണോ ഈ ചേച്ചി നമുക്ക് അറിയത്തില്ല. സീരിയസ്ലി. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? കൊച്ചു കുഞ്ഞിനെ വരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അതെല്ലാം പോട്ടെ, സ്ത്രീയെ അതെല്ലാം പോട്ടെ. ഇവരുടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരുടെ മാത്രമാണ് നിങ്ങൾ ഈ അപരാധം പറയുന്നതെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ മിക്കയിടത്തും ചെന്നത് പറയുന്നുണ്ടല്ലോ. ഇവരുടെ ഈ ദീപ്തിയുടെ തന്നെ ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ് ഈ ഒരു കമന്റ്. ദീപ്തി, എനിക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സ്ത്രീ വി ആർ ഇൻ ലവ് എന്ന ചാനലിലെ സുകന്യ എന്ന കൊച്ചിനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ദിയാസ് മിററിലെ ദിയേനെ അതിൽ പ്രതികരിച്ച എന്നെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ ദീപ്തിയുടെ റാണി സദാശിവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടു. അപ്പം ഇതിനകത്തുനിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇവര് ദീപ്തി ടീച്ചറിന്റെ വീഡിയോയിൽ മാത്രമൊന്നും അല്ല, അല്ലെങ്കിൽ ഇവരെ പറ്റി റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോയിൽ മാത്രമല്ല, വേറെ കുറെ യൂട്യൂബേഴ്സിന്റെ ഇതൊക്കെ ഇപ്പൊ പേര് പറയുന്ന എനിക്ക് ഇവരെ അറിയില്ല. ഈ ദിയാസ് മിറർ എനിക്കറിയില്ല. എന്താണെങ്കിലും അവിടെയൊക്കെ ചെന്ന് ഈ ചേച്ചി ഈ അപരാധിത്തരം കാണിക്കാറുണ്ട്. പക്ഷെ ഇവരെ പറ്റി ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് വേറൊരു യൂട്യൂബർ ഒരു ഫാമിലി വ്ളോഗ്, നമ്മുടെ ഡാനീസ് ഡേയ്സ്, അവര് ഒരു കാര്യം പറയുന്നുണ്ട് ഈ സ്ത്രീയെ പറ്റി തന്നെ. നിങ്ങൾ അതൊന്ന് കേൾക്കൂ, കുറച്ചേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ, വെറുപ്പിക്കുന്നില്ല. ലാസ്റ്റ് അല്ല, കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് 1 month ആയിട്ട് പ്രഗ്നന്റ് ആയി. അപ്പൊ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ട് കേട്ടോ. അപ്പൊ അതിന് താഴെ ഒരു റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു.
പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. ഇതാണ് ഈ ചേച്ചിയുടെ സ്വഭാവം. മനസ്സിലായല്ലോ? അവരാധിച്ച കമന്റുകൾ. ചേച്ചിക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? ചേച്ചി പറയുന്നതിനകത്തൊക്കെ വല്ല സത്യം ഉണ്ടെന്ന് കാണുന്ന നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ എങ്ങനെയാണ് ഉള്ള ഫാമിലി ബ്ലോഗേഴ്സിന്റെ എല്ലാം കഥകൾ നിങ്ങൾ എങ്ങനെ അറിയുന്നു? നിങ്ങൾ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിന്റെ പുറകെ നടക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ നമ്മൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ അവർ പറയുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ കുറെ പേര് നമ്മുടെ നെഞ്ചത്ത് കയറാറുണ്ട്. അങ്ങനെയല്ലേ, മറ്റേതല്ലേ, നീയൊക്കെ എന്തിനാ വല്ലവരുടെ കുടുംബത്ത് കയറാൻ പോകുന്നത്? ഇതൊക്കെ ചോദിക്കാറുണ്ട്. എടോ, നമ്മളെക്കാട്ടിലും കൂടുതൽ കണ്ടവരുടെ കുടുംബത്ത് കയറുന്നത് ഈ നമ്മളോട് ചോദിക്കുന്ന കമന്റുകൾ എഴുതിയിടുന്ന പല ചേട്ടന്മാരും ചേച്ചിമാരും തന്നെയാണ്. അതും ഇങ്ങനത്തെ ഓരോ അവരാധിച്ച കമന്റുകൾ, അതും അവരാധിച്ച രീതിയിൽ തന്നെ വല്ലോന്റെ കുടുംബത്ത് എന്ന് അപരാധം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊന്നും ആരും അത് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ തന്നെ ഫാമിലി വ്ളോഗേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യാറുള്ളൂ. അല്ലാതെ മറ്റേ ഊഹിച്ച് ഉണ്ടാക്കി നമ്മളൊന്നും പറയാറില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അതൊന്നും അല്ല നടക്കുന്നത്. ഇപ്പം ഡാനീസ് ഡേയ്സ് ഈ ഒരു ചാനലിൽ 7 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ദീപ്തി ടീച്ചറൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇത് ഒരുപാട് പേര് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലേഡിയെ പറ്റി. അതുകൊണ്ട് തന്നെ ഇവരെ വെറുതെ വിടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. പിന്നെ വേറൊരു കേസ്, അത് വേറൊന്നുമല്ല, കമന്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ടുള്ള കമന്റുകൾ കുറെ കിടപ്പുണ്ടെന്നേ. എനിക്കിത് വായിക്കാൻ ഇഷ്ടം പോലുണ്ട്. ഈ നമ്മുടെ ദീപ്തി ടീച്ചറോടാണ്. ടീച്ചറെ എന്തിനാണ് ആ സ്ത്രീ ആണെങ്കിൽ വന്നിരുന്ന് മറ്റേ സദാശിവൻ ചേട്ടന്റെ ആള് വന്നിരുന്ന് കോണ കുത്തിയിരുന്നു. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് ഇതിനും മാത്രം സമയമുണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ കഥയൊക്കെ എഴുതി വെക്കാൻ? CCTV വഴി നല്ല പേടിയുണ്ട് അല്ലെ? പിന്നെ ചാറ്റുകൾ എന്തൊക്കെയോ നമ്മുടെ ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ദീപ്തി ടീച്ചറും അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ, ദീപ്തി ടീച്ചർ വേറെ കുറെ അല്ലല്ല, നമ്മുടെ ഈ സദാശിവൻ ചേട്ടന്റെ ആൾക്കും കൊടുക്കുന്നുണ്ട് റിപ്ലൈ. അത് കൂടാതെ വേറെ പല ആളുകൾക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ദീപ്തി ടീച്ചറെ? നിങ്ങൾ വിടുക. നിങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഇങ്ങനെ നിങ്ങൾ റിപ്ലൈ കൊടുക്കാനിരുന്നാൽ നിങ്ങളുടെ സമയം പോകും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ്. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. അറ്റ്ലാസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ. പക്ഷെ ഇത് ഒരുപാടുണ്ടേ, ഒരുപാട്. എനിക്ക് വായിക്കാൻ വയ്യാത്തോണ്ടാ. നിങ്ങളൊന്ന് പോയി നോക്കുക. പറ്റുന്നവര് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ പറയുന്നതിനെയും സത്യമല്ല, ദീപ്തി ടീച്ചർ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത്ര റിപ്ലൈ കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരൊന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഒരുപാട് റിപ്ലൈ ദീപ്തി ടീച്ചറും എനിക്കൊന്ന് അവരുടെ കയ്യിൽ നിന്നും പോയി. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അത്ര ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ടീച്ചർ പിന്നെ അവരുടെ പുറകെ പോകുമ്പോഴത്തേക്ക് ടീച്ചറിന്റെ വില തന്നെ ഇല്ലാതെയാകും. ഞാൻ ജസ്റ്റ് ഒരു കമന്റ് മാത്രം, അത് ഈ സദാശിവൻ ചേട്ടന്റെ ആ ഒരു ടീം ഇട്ടിരിക്കുന്ന ഒരു കമന്റ് മാത്രം കാണിച്ചു തരാം. അത് നമ്മുടെ ഈ ദീപ്തി ടീച്ചറിന്റെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞ ചാനലിലെ ശ്രീതേട്ടനോട് പറയുകയാണ് ഈ ചേച്ചി. ദീപ്തി ടീച്ചറും കൈക്കാരും കൂടി ഒപ്പിച്ചുകൊണ്ടിരുന്ന കുൽകൃത്യങ്ങൾക്ക് എന്താന്ന് എനിക്ക് ആ കൃത്യം അറിയത്തില്ല കേട്ടോ. കുൽകൃത്യങ്ങൾക്ക് അറുതിയായി VR ലവ് അമലിനും സുകന്യയ്ക്കും വേണ്ടി ദീപ്തി കളിച്ച കളിയല്ല. പണി പാളി ദീപ്തി വിയർത്ത് കുളിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ദീപ്തിയുടെ കട്ടയും പടവും മടങ്ങി. ചേട്ടൻ സമാധാനമായി ഇനി ഇരിക്കുക. എന്നെ കുറിച്ച് തോന്നിവാസം ഇനിയും വീഡിയോ ഇട്ടാൽ ചേട്ടനെ കുറിച്ച് ഞാൻ തോന്നിവാസ വീഡിയോ ഇറക്കും. ഓക്കേ, ബാക്കി പിന്നെ ചേട്ടൻ അതൊരു നാണക്കേടാകും. കഥയില്ലാതെ ആട്ടം കണ്ട മനുഷ്യൻ. അതുകൊണ്ട് എന്നെ കുറിച്ച് ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കി കളയുക. ഇത്രയും നേരം ഞാൻ ആ ചേച്ചിയുടെ പേര് പറഞ്ഞില്ലായിരുന്നു. ഇനി ഞാൻ പറയാം അല്ലെ. റാണി പി സദാശിവ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാം അല്ലെ. നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാം. നിങ്ങൾ ഈ പറയുന്ന തോന്നിവാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളത് വീഡിയോ ആയിട്ട് പോലും അല്ല, നിങ്ങൾ മറ്റേ ഇരുന്ന് ഉണ്ടാക്കി എഴുതിയാണ് നിങ്ങൾ ഈ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിവാസങ്ങൾ എഴുതുകയും കാണിക്കാം അല്ലെ. നമ്മളാരും നിങ്ങളുടെ പേര് പറയരുത്, ഒന്നും പറയരുത്. നമ്മളൊക്കെ വെറും മിണ്ടാതിരുന്നോണം. അല്ലാതെ എവിടുത്തെ ഒരു ന്യായമാണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അല്ല, സ്ത്രീയാണെന്നുള്ളൊരു അഹങ്കാരത്തിന്റെ പുറത്താണോ? അങ്ങനെ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടോ ചേച്ചിക്ക്? അല്ല, എന്ത് വർത്താനോ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു നിമിഷം ആലോചിച്ച് നോക്ക്. അല്ല, നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ ഈ പാവം ശ്രീതേട്ടറെ നെഞ്ചത്തോട്ട് കയറാൻ പോകണ്ട. ഞാൻ ഉള്ള കാര്യം പറയാൻ. പുള്ളി പാവൂര്, എനിക്ക് പേഴ്സണലി കുറച്ച് നാളായിട്ട് അറിയാവുന്നതിനകത്ത് വളരെ പാവൂര് മനുഷ്യനാണ് ഗോപ്രോ റിയാക്സ്. അപ്പം പുള്ളിയുടെ നെഞ്ചത്തോട്ട് കയറാൻ പോകണ്ട. പുള്ളി ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന പുള്ളിയുടെ വീഡിയോയിൽ ഒട്ടും മോശമായിട്ട് സംസാരിച്ചിട്ടും ഇല്ല.
വളരെ മാന്യമായിട്ട് വീഡിയോയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. ചേച്ചിക്ക് ഇനി ആരെങ്കിലും നെഞ്ചത്ത് കയറിയേ പറ്റത്തുള്ളെങ്കിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് ബാ. ഓക്കെ ചേച്ചി ബാ, നമ്മളൊക്കെ വെറുതെ ഇരിക്കുക ചേച്ചി ബാ. എനിക്കാണെങ്കിൽ വേണ്ട, ഞാൻ ബാക്കി പറഞ്ഞാലേ ശരിയാവത്തില്ല, കയ്യിൽ നിന്ന് പോകും, വേണ്ട. അല്ല എന്ത് ഡിലീറ്റ് ചെയ്ത് കളയാനാ? ഭീഷണിയാണോ ചേച്ചി? ചേച്ചിയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് ആ വ്യക്തി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഇവിടെ ആരും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണിച്ച പരിപാടികൾ എടുത്തു വെച്ച് പോർട്രേറ്റ് ചെയ്ത് നമ്മളങ്ങ് പറയുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല നിങ്ങൾ ആരാ? നിങ്ങൾ കണ്ട എല്ലാ യൂട്യൂബ് ചാനലിലും പോയിരുന്ന് അപരാധം പറയാനായിട്ട് നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ള? എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ആരും അത് മിണ്ടാതിരുന്ന് കണ്ടോണോ? അല്ലെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരാവുക? നിങ്ങൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി എഴുതി തന്നിട്ടുണ്ടോ? ആ ചേച്ചി റാണിക്കുട്ടി എല്ലാ യൂട്യൂബേഴ്സിന്റെ അടിയിൽ പോയി അങ്ങോട്ട് അപരാധിച്ചോ, ഇവിടെ ആരും ഒന്നും മിണ്ടത്തില്ല എന്നെന്താ എഴുതി തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അപരാധിക്കുമ്പോ നോക്കി കണ്ട് അവരായിച്ചോണം. മനസ്സിലായില്ലേ? പിന്നെ യൂട്യൂബേഴ്സിനെ നെഞ്ചത്തോട്ട് കയറി മറ്റേ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങരുത്. ഡിലീറ്റ് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. ഇവിടെ ആരും ഡിലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു തേങ്ങ എടുത്തു വെച്ച് കാണിച്ചിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന സാധനങ്ങൾ അതെടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അതും കൂടെ ഒന്ന് ആലോചിച്ചോ. അല്ല ഞങ്ങൾ ഇവിടുന്ന് മേളിൽ നിന്ന് മറ്റേ ഗ്രഹിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ല. പേടിപ്പിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരല്ലേ. ദീപ്തി എന്ന് പറയുന്ന ടീച്ചർ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, കേസ് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഇവരുടെ റിപ്ലൈകൾക്ക് ലൈക്ക് ആസ് എ റിക്വസ്റ്റ് ദീപ്തി ടീച്ചർ എടുത്താൽ മതി. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് യു ക്യാൻ ടേക്ക് ഓർ നോട്ട്, ലൈക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക ഇതുപോലുള്ള സ്ത്രീകൾക്ക്. പറ്റുമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. എല്ലാ യൂട്യൂബേഴ്സും ഇവരെ അങ്ങ് ബ്ലോക്ക് അടിച്ച് വിടുക. മനസ്സിലായില്ലേ? ഇവർ വന്ന് കമന്റ് ഉണ്ടാക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ബ്ലോക്ക് ചെയ്യുക. പിന്നെ അവർക്ക് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് ചെയ്യുക. അതും കൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വലിയ ഒരു കാര്യമായിരിക്കും. അല്ലാതെ ഇവർക്ക് റിപ്ലൈ കൊടുക്കാൻ പോകണ്ട. കാരണം ഇച്ചിരി വിവരമുള്ളവർക്ക് റിപ്ലൈ കൊടുക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഇവരുടെ ഈ കമന്റ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇച്ചിരി ആ സാധനം ഉള്ളവരാണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവരുടെ വീട്ടുകാരോടാണ് പറ്റുമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇവരുടെ പെരുമാറുക. ചിലപ്പോൾ നാളെ നിങ്ങളുടെ നെഞ്ചത്തോട്ട് ഇവർ കയറിക്കൊണ്ട് വരും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് പേഴ്സണലി ഇവരെ ആരെ അറിയില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ ഒരു പരിധിക്കുള്ള ഇവരെ പറ്റി പറയാനൊന്നും പോകുന്നില്ല. നമ്മുടെ കണ്ണിൽ കമന്റ് ആയിട്ടും വീഡിയോ ആയിട്ടും നമ്മൾ കണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യടേ. കുറച്ച് കഷ്ടപ്പാടേ, നാക്കൊക്കെ കുഴഞ്ഞടേ. ശരി, കമോൺ.